ഹായ് എവറി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 41 ഡേയ്സ് ചലഞ്ചിനെ കുറിച്ചാണ്. എന്താണ് ഈ 41 ഡേയ്സ് ചലഞ്ച്? ഈ 41 ദിവസം നമ്മൾ ഒരു ചലഞ്ച് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളുടെ എല്ലാ ശീലങ്ങളെക്കുറിച്ചും വേർതിരിച്ചറിയില്ല. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതെല്ലാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സത്യമാണ് എന്ന നിലയിൽ അത് ഉൾക്കൊള്ളുകയാണ് പതിവ്. അപ്പോൾ നമുക്കൊരു ശീലം മാറ്റിയെടുക്കണമെങ്കിൽ, നമുക്കൊരു നല്ലൊരു ലൈഫിലേക്ക് പോകണം, നമ്മൾ ഓൾറെഡി ഒരു മെസ്സായിട്ടാണ് കിടക്കുന്നത്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനോ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറച്ചധികം ദിവസങ്ങളിലേക്ക് 41, 60, 90, 6 മാസമോ സമയം എടുത്ത് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് 5 ദിവസം കൊണ്ട് മാറാം, 10 ദിവസം കൊണ്ട് മാറാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നെഗറ്റീവായിട്ടുള്ള എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാം. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി കിട്ടുന്നുണ്ട്. അതൊരു പക്ഷെ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നായിരിക്കാം, ന്യൂസുകളിൽ നിന്നായിരിക്കാം. അപ്പം നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് കുറയ്ക്കാം. ചിലർക്ക് പറയും, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ എന്നോട് നാർസിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഒരു ആധിപത്യമുള്ള രീതിയിലാണ് പെരുമാറുക, ഞാൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല, എന്നെ കുറ്റക്കാരിയായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു മോശമായ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് എനിക്ക് ബുദ്ധിമുട്ട് തരുന്നത്, ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാക്കുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളായാലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ വഴിയായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോടോ കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടോ നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറയ്ക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുൾ അവർക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അത് കിട്ടിയിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. നിങ്ങളെ തന്നെ കുത്തുകയാണെങ്കിൽ പരമാവധി അങ്ങനെയുള്ള വ്യക്തികളെ അകറ്റി തന്നെ നിർത്താം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ് ക്ലീനാക്കി ഇടുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഔട്ട്ഫിറ്റുകൾ എന്താണോ അതിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതും, ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്നതും, ഇതെല്ലാം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഹാബിറ്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസ് എന്തും ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, വാശിയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് നിങ്ങൾ ജേണൽ ചെയ്യുക. നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അതിനൊരു ഒരു ഐഡിയ, ഓക്കെ എൻ്റെ മനസ്സിൽ ഇതാണ്, നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഐഡിയാസ് നമ്മളൊക്കെ അവർ തന്നിരുന്നാൽ പോലും ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറന്നാലും ആ കാര്യങ്ങൾ അവർ മറക്കില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മളൊരു പേപ്പറിലാണ് ഇതെല്ലാം എഴുതി വയ്ക്കുന്നതെങ്കിൽ, ആവശ്യം കഴിയുമ്പോൾ, എഴുത്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കത് കീറിക്കളയാം, അതല്ലെങ്കിൽ കത്തിച്ച് കളയാം. അതുമല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഇമോഷൻ നമ്മൾ പുറത്ത് കളഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി ഒരു 3 കാര്യത്തിനെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വീടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടോ, നമുക്കൊരു കുടുംബമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ജോലിയുണ്ടോ, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദി പറയാം. നമ്മൾ എപ്പോഴും എനിക്ക് അങ്ങനെയില്ല, അയ്യോ എൻ്റെ വീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ വീട്ടിൽ ചോർന്നൊലിക്കുന്നുണ്ട്. ചോർന്നൊലിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ? അതുപോലെ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വാടക വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വാടക കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടോ? അതിന് നന്ദി പറയാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ പറയേണ്ടടുത്ത് നോ പറയുക.
എല്ലാ കാര്യങ്ങളും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു അഭിപ്രായവും ഉണ്ടാവില്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറം നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ പണിയെടുപ്പിക്കും. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. ഇനി നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം കൊണ്ടുവരുന്നത് നമ്മളുടെ ചുറ്റുമുള്ള സ്പേസ് അത് ഡീക്ലട്ടർ ചെയ്യാം. ഒറ്റയടിക്കൊക്കെ നമ്മൾ ഒരു മിനിമലിസ്റ്റ് ആവാമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മളുടെ എല്ലാ സാധനങ്ങളൊന്നും മാറ്റി നമുക്ക് മിനിമലിസ്റ്റ് ആവാൻ സാധിക്കില്ല. അപ്പോൾ ഡേ ബൈ ഡേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മിനിമലിസ്റ്റിക് ജേണിയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് മിനിമലിസ്റ്റിക് ജേണി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ ഓർഗനൈസ് ചെയ്തും ഇതൊക്കെ ക്ലീൻ ചെയ്തും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സമയം ഒരുപാട് നമ്മളുടെ പോകും, എനർജി ഒരുപാട് പോകും. ചിലപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലെ ബന്ധുക്കളുടെ കണ്ടിട്ടോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മളുടെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നതോടൊപ്പം തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാർഡ്ബോർഡ് ബോക്സുകളിലാക്കിയിട്ട് അത് ആവശ്യമുള്ള ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അത് വിൽക്കുകയോ ചെയ്യുക. വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ വിറ്റ്, പകുതി വിലയ്ക്കാണെങ്കിൽ കൂടി നമ്മൾ വിറ്റ് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വിൽക്കാനല്ല, നമുക്ക് ഇമോഷണലി മെൻ്റലി ഒരുപാട് സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാട് ഒരു ക്ലട്ടറായിട്ട് കിടക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, അത് നിങ്ങളുടെ ഓഫീസായാലും ശരി, എന്തൊരു ജോലിയാണെങ്കിലും, നിങ്ങൾ ചെറിയ ജോലിയാണെങ്കിൽ കൂടി ചെയ്യുന്ന ജോലിയെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലൊരു സന്തോഷം വരും. ചില ആളുകൾ 24 മണിക്കൂറും ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ട് പണിയെടുക്കുന്നത് കാണാം. അപ്പോൾ അവർക്ക് ആ ദിവസം കഴിയുമ്പോൾ അവരെന്താ ചെയ്തതെന്ന് പോലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന ജോലിയെ അതിൻ്റേതായ അർത്ഥത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണ്, മനസ്സിലാക്കുകയാണെങ്കിൽ, അതിപ്പോൾ നമ്മളുടെ വീട്ടുജോലിയാണെങ്കിൽ കൂടി ആ ഒരു ജോലിയെ, ഒരു ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. അത് നമ്മൾ അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടി മനസ്സിലാക്കി, എൻ്റെ കുടുംബം ഒരു 20 വർഷം കഴിയുമ്പോൾ ഞാൻ വളർത്തുന്ന കുടുംബം, കുട്ടികൾ അവർ നല്ല രീതിയിൽ പോകണം എന്ന്, നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരണമെങ്കിൽ ഞാനെന്ന അമ്മ അല്ലെങ്കിൽ ഞാനെന്ന അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അവർ സ്പോഞ്ച് പോലെയാണ്, അവരെല്ലാ കാര്യവും ഒപ്പിയെടുക്കും. നമ്മളുടെ അച്ഛനമ്മമാർ ചെയ്യുന്ന ഓരോ ശീലങ്ങൾ, ഇപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത്, ഭയങ്കര മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുഞ്ഞിനോടും അവർ അതേ കാര്യമാണ്. കാരണം എന്താ, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെയായേ, അപ്പോൾ എൻ്റെ മക്കളോടും ഞാൻ അങ്ങനെ പെരുമാറണം എന്ന് ചിന്തിക്കുന്ന രീതികളുണ്ടാവും. അപ്പം നമ്മളുടെ കുട്ടികളോട് നമ്മൾ പെരുമാറുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അമ്മമാരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന, അതിപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏത് മതമായിക്കോട്ടെ, നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനയോടുകൂടി അത് ഭക്ഷണം ഉണ്ടാക്കാം. കാരണം ഇതൊക്കെ ഉണ്ടാക്കി തീർക്കണമല്ലോ, ഇതിനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എന്നാരും ഹെൽപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരുപാട് ടെൻഷനിൽ കൂടെ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടെൻഷനാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊണ്ടുവരുന്നത്. അതേ ടെൻഷനാണ് നിങ്ങളുടെ കുട്ടികൾ കഴിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റായിട്ട്, കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതിനോട് നന്ദി പറഞ്ഞ് നല്ലൊരു സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു 41 ഡേയ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ്സുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, നമുക്കൊരു പുതിയ ശീലം കൊണ്ടുവരണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ശീലത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അത് നല്ലതോ ചീത്തയോ നമുക്ക് ഓൾറെഡി ഉള്ള ശീലത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്കത് ശീലമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.